ഹലോ പെണ്ണുമല്ല ഒരേപോലെ. ഹലോ ഹലോ, ഇതാരാണ്? ഹലോ ബൈക്കരാ വന്നു. ഇവനാണോ കണ്ട നീ? ഇവനെ നമ്മുടെ അടുത്താണോ ബൈക്ക് കയറാൻ ചോദിക്കുന്നത്? ആണോ ഇവനാണോ നീ കണ്ടത്? എടാ പോടാ. ഇപ്പൊ അറിയാം വെയിറ്റ് വഴിയുണ്ട്. അയ്യോ നീ പോയ ആള് കയറിയില്ലേ? നീ എവിടെ പോയി പിള്ളേരെ? എടാ നീ എവിടെ? നീ എവിടെ? നീ എവിടെ? നീ എവിടെ? പയ്യന് വേറെ വണ്ടി. ഇതെന്തൊരു കാണിക്കുന്നത്? എടാ മോനെ, ഈ പിങ്ക് മുടി മാറ്റിയിട്ട് വേറെ വല്ല കളർ ആക്കടാ ഇക്ര മോനെ. ഇല്ല പിങ്ക് പിങ്ക് എല്ലായിടത്തും പിങ്ക് അതുകൊണ്ടാണ്. ആണല്ലേ? ഞാൻ പറഞ്ഞ നന്നാവും. അയ്യോ പുഴുത്ത ചാവൂരൊക്കെ പാതിരാത്രി ആകുമ്പോ കൊറേ ഇറങ്ങിക്കോളൂ. സിറ്റിസൺ വള്ളി പറഞ്ഞു മനുഷ്യർക്ക് വഴി ഓടിക്കൂടെ ഓടിക്കാൻ പറ്റൂല. നോക്കുന്നത് എടാ എനിക്ക് നല്ല സംശയമുണ്ട്. എടാ കൊച്ചു അവിടെ നിന്ന് ഇറങ്ങിയോന്ന്. ആ കൊച്ചു ഡ്രസ് ഷോപ്പിൽ ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് അവിടം വരെ എത്തി നമ്മള് ഭാഗ്യമായിട്ട് കൂട്ടിയത് കേട്ടാടാ. എനിക്കൊന്ന് ആ കൊച്ചു ഇങ്ങോട്ട് വരുന്ന വഴി ചത്തെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു. ഓ ഈ വണ്ടി ഇവിടെ കൂടിയൊക്കെ എങ്ങനെയൊക്കെ ഓരോരുത്തന്മാര് പോണേന്ന് നോക്കൂ. ഉണ്ടെന്നാണ് പറഞ്ഞത്. ഡ്രസ് ഷോപ്പ് ഇല്ലടാ. ഈ ഡ്രസ് ഷോപ്പ് തന്നെയാണ്. ആണോടാ? അവോയ്ഡ് കേട്ടടാ, അവോയ്ഡ്. പോവാം. പിന്നെ നമ്മളെ വെറുതെ അങ്ങോട്ട് വിളിച്ച് വരാനുള്ളത് ഷോപ്പല്ലേ? ഒരു വട്ടം അവിടെ വിളിക്കാതല്ലേ? അതാണ് സംസാരിക്കാനുള്ളവരുടെ വിളിക്കുള്ളൂ. അയ്യോ ഇവനൊക്കെ എവിടെ നിന്നൊക്കെ പൊട്ടിത്തെറിച്ച് പോണെന്നൊക്കെ. സ്വന്തത്തിൽ കിണഞ്ഞു വീണേക്കുന്ന റാസ്കലൊക്കെ. ഇവനൊക്കെ വണ്ടി ഓടിക്കാറോടെ എന്തിനാ ഇത് കൊണ്ട് ഇറങ്ങുന്നത്? അതാണ് വിളിക്കാനുള്ളവരാണെങ്കിൽ വിളിക്കൂടാ. നമ്മളെ വിളിക്കാതിരിക്കുമല്ലോ. എവിടാ? ആ ഹലോ. ഇല്ല വിളിച്ചിട്ട് പിന്നെ ഞാൻ വെച്ച് പോയെന്ന് വിചാരിച്ചു. കത്തിപ്പോയാ? സൂപ്പറിന്റെ ഗേൾ ഫ്രണ്ടാടാ റിയൽ ലൈഫില്. ആ ഒരു കാര്യം ചോദിക്കാണ്. ഇവരെ വിളിച്ചോണ്ടോ? ഫ്ലഫിനെ വിളിച്ചോണ്ടോ? വേറെ രീതിയിൽ ചോദിക്കുന്നല്ല. എൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് രണ്ട് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ലൈക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, പേര് സൂപ്പർ ജോയ് എന്നാണെന്ന് പറഞ്ഞു. അത് സത്യമാണോ? അല്ലല്ലേ? ആ എന്റെ അനിയനായിട്ട് വരും. വകയിലൊരു അനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലാരിയിലുള്ളതാണേ സൂപ്പർ ജോയ്. വെച്ചാ ബെല്ലാരിയിലുള്ള പിള്ളേരെല്ലാം എന്റെ അനിയന്മാരാണ്. അപ്പൊ ആ രീതിയിൽ അവനും എന്റെ അനിയനാണ്. അതാണ് ഞാൻ ചോദിച്ചത്. എന്താണ്? ഞാൻ വന്നിട്ട് കുറച്ചായതേ ഉള്ളൂ. ഞാൻ വന്ന ടൈമിൽ എന്നോട് എന്താണ് ജോലിയൊന്നും നോക്കുന്നില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞ ജോലി നോക്കുന്നുണ്ട്, എന്തേലും ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് റിസോർട്ട് ഉണ്ട്, ആളുടെ പി എ ആയിട്ട് ജോലി തരാം. നോക്കാം ആണല്ലേ? അങ്ങനെ പറഞ്ഞല്ലേ അവൻ. കുലാനെ ഒന്ന് താഴോട്ട് വന്നാണ്. കുലാനെ നിന്റെ ഒരു ആവശ്യമുണ്ട്, ഇങ്ങ് വന്നാണ്. കുലാനെ വാ പെട്ടെന്ന്. അല്ലല്ലേ, ഗുലാന്റെ സ്വന്തം അനിയനാണ് ഈ സൂപ്പർ ജോയ്. ഗുലാനെ നീ അറിഞ്ഞ സൂപ്പർ ജോയ്ക്ക് ഇവിടെ നമ്മളറിയാത്ത റിസോർട്ട് ഉണ്ടെന്ന് കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു. അവന്റെ റിസോർട്ട് ഉണ്ട്, പി ആയിട്ട് കേറിക്കോന്ന് പറഞ്ഞത്.
എന്നിട്ട് പി ആയിട്ട് കേറിയാ അല്ല ഏത് റിസോർട്ട് പേര് നാളെന്ന് പറയാ എന്തെങ്കിലും പറഞ്ഞായ എന്ത് ഞാൻ റിസോർട്ട് കാണിച്ചു എന്താ അതാണ് ആ എവിടാ ഏത് റിസോർട്ട് അങ്ങ് മറ്റേ അയ്യോ അത് പറഞ്ഞു തരാൻ എനിക്കറിയാം ചുമ്മാ അല്ല ഗുലാരെ ഞാൻ നോക്കിയപ്പോഴത്തേക്കേ സൂപ്പർ കിടന്ന് സിറ്റി കയറാൻ പറ്റാതെ വിയർപ്പ് മുട്ടുന്നത് ഞാൻ കണ്ടു 2 ദിവസമായിട്ട്. ആണല്ലേ ആടാടാടാടാണ് എനിക്ക് ഇപ്പൊ മനസ്സിലായത്. ഇല്ല 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 സൂപ്പറിന് കുറച്ച് ദിവസം സിറ്റിയിൽ വരാൻ പറ്റാത്ത ഒരു വിലക്ക് കിട്ടിയിട്ടുണ്ട്. അത് അറിഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഇന്നലെ സൂപ്പർ ഇങ്ങനെ സിറ്റിയിൽ വരാൻ പറ്റുന്നില്ല എന്ന് വിഷമം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ബിസിനസ് ട്രിപ്പ് അല്ല അത്. എന്നാ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ബിസിനസ് ട്രിപ്പ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഒരു ട്രിപ്പ് പോയതാണ്. റിസോർട്ട് എവിടെയെന്നാണ് പറഞ്ഞത്? അതെവിടാ പറഞ്ഞു തരണ്ടേ? സിറ്റി സൈഡാണ്. സിറ്റി സൈഡ് അല്ല, അല്ലല്ലേ ആ വഴിയിലോട്ട് പോകുമ്പോ ആരാടാ ഇതൊക്കെ വന്ന് പുറത്ത് എന്റെ പുറത്ത് കൊണ്ടാ, എന്റെ പുറത്ത് വെടി കൊണ്ടാ. വേണ്ട 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 പോട്ട് 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 ഇനി കൊള്ളാണെന്ന് ചോദിക്കാം. ഇതൊക്കെ എന്തിന്റെ പ്രശ്നമാണ് ഇവിടെ വന്നിട്ട്? അതൊന്ന് ദൈവം തരാണെന്ന് തോന്നുന്നു. ആണ് പോട്ട് പോട്ട് ഓക്കെ. അപ്പം അല്ല ഞാൻ ജസ്റ്റ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വേറൊരാളുടെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മള് അതുകൊണ്ടല്ല, വേറൊരാളുടെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ഒന്നിങ്ങനെ മിണ്ടുന്നത് അവർക്ക് പിന്നെ ഒരു പ്രശ്നമാകും, അത് പിന്നെ കൊച്ചിനൊരു പ്രശ്നമാകരുത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതാണ്, വേറെ ഒന്നുമല്ല. മനസ്സിലായില്ലേ? എന്ത് പറ്റി? പൈസക്ക് ആവശ്യമുള്ളതുകൊണ്ടാണോ? എന്താണ് സീൻ? എന്ത് പറ്റി? അല്ല ജോലി എന്തെങ്കിലും നോക്കണല്ലോ. ഇങ്ങനെ പറഞ്ഞതാ ഞാൻ ജോലി സെറ്റ് ചെയ്ത് തരാന്നുള്ളത് ആണല്ലേ? പറഞ്ഞത്. കള്ള സൂപ്പർ അവന്റെ അങ്ങ് അടിച്ച്. എടാ ഗുലാന് ജോലിയുടെ കാര്യം എടാ സൂപ്പറിന്റെ അടുത്ത് ചോദിക്കണേ. ആ റിസോർട്ടിന്റെ കാര്യം എന്താണെന്നുള്ള കറക്റ്റേ. ഇതാരാണ്? അവനും ലവനും. ഒരു മിനിറ്റ് ആരടുത്താണ്? അറിയാം എന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു, ഇന്ന് ഇല്ലെന്ന് പറഞ്ഞു. എന്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസുവിനെ കാണാൻ വന്നേണ്. അപ്പൊ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു. അല്ലല്ല അതല്ല, ഇവരൊക്കെ ഇപ്പൊ തന്നെ ഭാഷ പറയണോ? കുട്ടി പറഞ്ഞോ, കുട്ടി തന്നെ പറഞ്ഞോ. വാസു ഉണ്ടായിരുന്ന അതേ മറ്റേ എന്താണ് മറ്റേ ഇതുണ്ടല്ലോ ഓർഫനേജിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അതെ അനാഥാലയം. അവിടെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ഇപ്പൊ കൊറേ നാൾക്ക് ശേഷം ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ രായ പറഞ്ഞു കൊടുക്കാം. രായ ഈ കുട്ടി അല്ല രായ കാര്യം പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രായ ഈ കൊച്ചൊരു അനാഥാലയത്തിലാണ് വളർന്നത്. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചിന് പഠിക്കുന്നതിന്റെ കാര്യത്തിനും ബാക്കി ചിലവുകൾക്കൊക്കെ സഹായിച്ചത് വാസുവാണ്. അപ്പൊ അതിന്റെ നന്ദി അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ നന്ദിക്ക് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ കാണാനായിട്ടാണ് ഈ കുട്ടി വന്നത്. ഇപ്പം അങ്ങനെയല്ലേ? പ്രശ്നമുണ്ടോ? ഞാൻ പോയി സംസാരിച്ചിട്ട് പറഞ്ഞോ, നിനക്ക് എന്താ പറയാനുള്ളത്? പെൺപിള്ളേരുടെ ഒക്കെ ഞാൻ ഇവിടെ ഒരാളുടെ അടുത്തല്ലേ ഇവിടെ സംസാരിക്കുന്നതുള്ളൂ. ഇവരിപ്പോ മനസ്സിലാടാ ഞാൻ ഈ കൊച്ചിനടുത്ത് സംസാരിച്ചതിന് ഇപ്പൊ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, അതിനാണ് ഈ വന്നത്. ഞാൻ ഒന്നും മിണ്ടിയത് പോലും ഇല്ല, വന്നിപ്പോ ആകെ ഒന്ന് സംസാരിച്ചു തുടങ്ങിയതുള്ളൂ. ഈ ഉള്ള കാലം മുഴുവൻ എടാ ഗുലാനെ ഞാൻ ഈ സിറ്റിയില് ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് മിണ്ടാതെ ഞാൻ ഗുലാന്റെ അടുത്തല്ലേ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കാം. അടേ എനിക്ക് അറിഞ്ഞൂടാ, ഞാനിപ്പോ എനിക്ക് അറിഞ്ഞൂടാ അവന്റെ പ്രശ്നം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ.
ഞാൻ ഈ ഉള്ള കാര്യം മുഴുവൻ സിറ്റിയില്. അവ ഇത്രയും നേരം ദോഹില്ല നീല മുടി ഇരിക്കുന്നുണ്ട്. ആ കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ സരക്കാണ് ഇപ്പൊ ഈ ലക്ഷ്മിന്റെ അടുത്ത് സംസാരിക്കുന്ന അണ്ണണ്ടാ വന്നേണ. സത്യം ഞാൻ ഇത്ര ഞാൻ ആരുടെ പെമ്പിള്ളേരുടെ അടുത്ത് മിണ്ടിയ ഇവിടെ ഉള്ളവന്മാർക്ക് പ്രശ്നം തുടങ്ങും. വന്ന് അതിന്റെ ഇടയിൽ വന്ന് ഇങ്ങനത്തെ എന്തേലും വന്ന് അടുത്തവൻ വന്നു കുട്ടി ഈ പൂ വാങ്ങിയിട്ട് കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി നടണം കുട്ടി. നടാ 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 കേട്ടാ നടാ നടാ. വെള്ളം ഒഴിച്ച് വളർന്ന് 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 ഇതൊരു വലിയൊരു കൊറേ പൂവുകളാവുമ്പോൾ അത് വിൽക്കണം കുട്ടി. അല്ല ഈ പൂ കൊറേ ആവുമ്പോ വിൽക്കണം. നീ ഒരു പൂ എടുത്ത് വെക്കണം. ഈ പൂവല്ല, ചെമ്പരത്തി പൂ ഒരെണ്ണം ചെവിയിൽ വെക്കണം. മനസ്സിലല്ലേ? അപ്പൊ അതിനൊക്കെ പ്രശ്നം തീരും. എവിടെ വരുത്തട ഇതൊക്കെ? എങ്ങനെ വരുന്നു ഇതൊക്കെ? എടാ ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ നിന്റെ അടുത്ത്? ഇല്ലല്ലോ ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ ആരത്തെല്ലാം മിണ്ടുമ്പോ ഇങ്ങനെ ഈ അതിന്റെ ഇടയിൽ വന്നിട്ട് പൂ കൊടുക്കാനും കായ കൊടുക്കാനും ഒക്കെ വരുന്നത്? എനിക്കൊരു ഹെൽപ്പ് വേണോന്ന് ഞാൻ എന്റെ അടുത്ത് ചോദിച്ചാ. ആ അപ്പൊ അറിഞ്ഞു ചെയ്യാനാണെങ്കിൽ നമ്മളെ ഗ്യാങ് ഹൗസിന്റെ ബാത്റൂം ഒക്കെ കഴിവുണ്ട്. പോയി കഴിവ് പോ. ഇല്ല 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 ഇല്ല, നീ ഒന്നുകൂടി കഴിവണം. അറിഞ്ഞു ചെയ്യണം. പോ. അല്ല .1 കീടാണ് ബാക്കിയുണ്ട്. മനസ്സിലായില്ലേ? ആ കീടാണുവിനെ പോയി ക്ലീൻ ആക്കി പോ. എടാ ഇവനെയൊക്കെ എന്തിനു ചെയ്യണോടാ ഗുലാനെ? പോയി 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 കണ്ട 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 അവന്റെ പ്രശ്നം അങ്ങ് തീർന്നു. മനസ്സിലായില്ലേ? ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോലിന്റെ അകത്ത് മറ്റേ തുടി ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇങ്ങനെ മണപ്പിച്ച് നിൽക്കും. അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ. എന്തൊരു ശല്യമാണ്. അതോ നോക്ക് നോക്ക് നോക്ക്. അത് പെണ്ണാണെന്ന് പോലും അവന് അറിഞ്ഞൂടാ. അവര് പെണ്ണാണെന്ന് അറിഞ്ഞൂടാ. അത് വേണേ ആണാവാം. എന്നാലും അവൻ വേണ്ട, ഒന്നും പറ്റില്ല. അവിടെ ചെന്ന് തുപ്പല്, അവിടെ പോയി ആ ആട്ടുതുപ്പം മേടിക്കാനാണ് പോയി നിൽക്കുന്നത്. കണ്ട എന്തായാലും അത് വിട്, അത് വിട്. സത്യം സത്യം. ആ എനിക്കിത് മനസ്സിലായി ആരാണെന്ന്. ഇതെനിക്ക് ആരാണെന്ന് മനസ്സിലായി. പറ മോനെ പറ. മോൻ പറ. ഓ അത് മാവും തുളസി. അത് കറക്റ്റ് പറയണം എന്താണ് കൊടുക്കാൻ പറയുന്നത്. അത് അവസാനം വേറെ കേസാവും. അതുകൊണ്ട് കറക്റ്റ് പറയണം. മാവും തുളസിയും. അത് പോലീസ് വരുമ്പോ കുഴപ്പമില്ല. നീ വെച്ചോ. എനിക്കൊരു പരാതിയില്ല. എനിക്കത് പരാതിയില്ല. നീ പൊക്കോ കേട്ടാ മോനെ. അത് കൊണ്ടുപോ. അണ്ണന്റെ കൂടെ ഇപ്പൊ നിക്കണ്ട. എന്തിനു കഷ്ടപ്പെടുന്നു ദൈവമേ. നിനക്ക് അണ്ണൻ കുറച്ച് കഴിയുമ്പോ നിന്റെ കൂടെ വന്ന് 1/2 മണിക്കൂർ അനങ്ങാതെ നിന്ന് തരാം. പോരെ? ഓക്കേടാ ഓക്കെ മോനെ പോയിട്ടോ. നിന്റെ അടുത്ത് ഞാൻ വരും. നിന്റെ അടുത്ത് സംസാരിക്കാനും 1/2 മണിക്കൂർ കഴിയുമ്പോ വരും. മനസ്സിലായില്ലേ? കുഴപ്പമില്ലെന്താ? ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക്. ഹലോ, ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച വന്നിട്ട് ആകെ അതാണ് ഇത്രയ്ക്കും പ്രശ്നം തരാനായിട്ട് ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടാ? ഒന്നും ചെയ്തില്ല. ഇവിടെ വന്ന് സംസാരിക്കാൻ തുടങ്ങിയതും ലോകത്തുള്ള എല്ലാണോ എന്നെ മറ്റേ വളഞ്ഞു നിൽക്കുന്നു എൻ്റെ കൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനങ്ങനെ ആരേലുമായിട്ട് വല്ല കമ്മിറ്റഡ് ആയി പോകുന്നവന്മാർക്ക് നല്ല പേടിയുണ്ട് സംഭവം പറഞ്ഞ. എന്റെ തലയെ കൂടി ചാട് നീ എന്റെ തലയെ കൂടി ചാട്. നിനക്ക് സ്ഥലമില്ല അവിടെ. അവനൊന്നും സ്ഥലമില്ല അവിടെ. അയ്യോ എനിക്കൊരു എന്റെ വിധി എന്തെന്നറിയാമോ കുട്ടി? എന്റെ വിധി ഇതാണ്. എനിക്ക് സംസാരിക്കാൻ പെമ്പിളടുത്ത് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ലോകത്തില്ലാത്ത തെണ്ടികളെല്ലാം ഫ്രണ്ടി വരും. അതെ 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 അതെ. ഇവിടെ എടാ ഞാൻ ഇവിടെ ഒരു ചെണ്ട പൂവുമായിട്ട് വന്നേക്കണോളെ.
അടിച്ച് കറക്കണ്ടേ എണ്ണ റോസ്ലിൻ ഇടിക്കണേ സരക്കണ്ണ എന്നെ പിടിച്ചെടുത്തല്ലേ ഇപ്പൊ ഞാൻ എന്റെ കൺട്രോൾ സരക്കണ്ണ പറഞ്ഞോണ്ട് ഞാൻ ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് വരുമ്പോ അതാണ് നല്ലത്. നമുക്ക് വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് മാറിയാലോ, എന്ത് പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞ ഇപ്പൊ വരി പറയാ നക്കി ഇത്തിരി ഇല്ലാത്തവന്മാർ വരെ വെറ്റയടിച്ച് വരും സത്യം. എടേ സർബത്ത് ഹലോ 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 ചെവിയാക്കൂലേ ഒരു ബുക്ക് വായിച്ചോണ്ടിരിക്കുവായിരുന്നു. ഓ ഓ ഓ ശരി ശരി. ഒരു ബുക്ക് വായനയുള്ളൊരു ശീലം ഉണ്ടായി. ആ ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, ഒരു വണ്ടി എടുത്താണ്, ഒരു നല്ലൊരു വണ്ടി എടുത്തെന്നാണ് നിന്റെ ബൈക്കുണ്ടോ? ബൈക്കുണ്ടേ ബൈക്ക് എടുത്താ ബൈക്കില്ലേ? ഞാൻ വന്ന ബൈക്ക് താഴെ ഇരിക്കുന്നതാണ്. വെയിറ്റ്. എടാ ഗുലാനെ നമ്മുടെ ബൈക്കാടാ അപ്പൊ വന്ന ബൈക്കാ. അന്നെടുത്തോണ്ട് വരും, ഒന്നെടുത്തിട്ട് വരും ഇങ്ങോട്ട്. ഇവിടെ ഉണ്ട്, ഞാൻ പിങ് ചെയ്യുന്നിടത്ത്. ആ അപ്പൊ കുട്ടിയുടെ പേര് ലച്ചു എന്നാണ്. ആണാണ്. എന്ത് പറ്റടാ? സുഖല്ലേ? ഓ പിന്നെ എനിക്ക് വരുമ്പോ സുഖം. അപ്പൊ പിന്നെ ബുക്ക് വായിച്ചൂടെ ഇങ്ങോട്ട് വരുന്നത്? ആ പോവേണ്. ആ അവന്റെ വണ്ടിയും കൊണ്ട് പിറകെ വന്ന് ഇടി അവൻ. ആ ഗുലാനെ എപ്പോ വരാവേ? ഗുലാനെ ഹലോ. ആ ഞാൻ ലൊക്കേഷൻ അയക്കാം, നീ അങ്ങോട്ട് വന്നാൽ മതി. ഒന്ന് പോയിട്ട്. ഓ ഇപ്പൊ എന്തൊരു സമാധാനമല്ലേ, ഒരു കാര്യം സംസാരിക്കാനായിട്ട് ഒന്നും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു കാര്യം പറയുമ്പോ അതിനിടെ 10 പേര് വരും. തോന്നിയില്ലേ ഇതുവരെ വേറെ ആരത്തേലും സംസാരിച്ചപ്പോ ആരെങ്കിലും ഇതേപോലെ ഇടയിൽ വരുന്നതായിട്ട് തോന്നിയാ? ആ ഇതാണ് കുഴപ്പം, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പെങ്കൊച്ചിനോട് സംസാരിക്കുന്ന ഒരുത്തനും ഇഷ്ടമല്ല. എന്ത് കുറ്റം ചെയ്തിട്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഫ്ലഫി പോയിട്ടൊന്നുമില്ല. ആരാ വീടാണെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇവിടെ വയ്ക്കാം. ഇല്ല ഇവിടെ തല്ലെന്നോട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. ആരും അങ്ങനത്തെ കുഴപ്പത്തിലൊന്നും ഇവിടെ വരത്തില്ല നമ്മുടെ അടുത്ത്. ഓ പിന്നെ എന്തൊക്കെയുണ്ട് പറ, ഇനി പറ. ഓഹ് സമാധാനം. അപ്പം പി ആയിട്ട് ജോയിൻ ചെയ്യാനാണ് പ്ലാൻ അല്ലേ? ആ ഞാൻ പറയണെങ്കിൽ നമുക്ക് നല്ല ഓഫർ, വേറെ ബെറ്റർ ഓഫറുകളൊക്കെ നോക്കിക്കൂടെ കുറച്ചുകൂടി? ഈ റിസോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈ ഓവർനൈറ്റ് ഡ്യൂട്ടി വരും, പിന്നെ അതുപോലെ ഈ ഗസ്റ്റുകളെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ജോബ് വരും. അപ്പം അതൊക്കെ കുറച്ച് എക്സ്ട്രാ പണികളാണ്.